വലിയ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു രാത്രിയാണ്. നാളത്തെ പകലും വെള്ളിയാഴ്ചയുടെ പകലാണ്. അത് വളരെ ശ്രേഷ്ഠമായ പകലാണ്. വെള്ളിയാഴ്ചയുടെ രാത്രിയും പകലും അധികമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് പറയണം, സലാത്ത് വർദ്ധിപ്പിക്കണം. അതിന് പ്രത്യേകം പ്രേരണ ഹദീസുകളിൽ അക്സിറു അലയ്യ എന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മേൽ നിങ്ങൾ സലാത്തിനെ അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ ചില്ലറ സലാത്തുകൾ പറഞ്ഞ് നമ്മുടെ കടമ തീർക്കുക എന്നല്ല. അക്സിറു എന്ന വാക്ക് പ്രയോഗത്തിൽ വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 300 പ്രാവശ്യമെങ്കിലും പറയണമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഒക്കെ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും അതിൽ വിശേഷിച്ച് ഇത് റമദാനിൻ്റെ അവസാനത്തെ രാത്രികളിൽ നിന്നുള്ള ഒരു രാത്രിയാണ്. ഒറ്റയൊറ്റ രാവുകളിൽ നിന്നുള്ള ഒരു രാവാണ്. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദ്ർ ആകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ പകർന്ന രാവുകളിൽപ്പെട്ട ഒരു രാവാണ്. ഖദ്റിന്റെ മഹത്തായ ഭാഗ്യത്തെ അന്വേഷിക്കാൻ വേണ്ടി അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിലാണ് പ്രത്യേകമായി നമുക്ക് നിർദ്ദേശം നൽകപ്പെടുന്നത്. ഇന്ന് രാത്രി ലൈലത്തുൽ ഖദ്ർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി നമ്മളേറെ താല്പര്യത്തോടെ ജാഗ്രതയോടെ ഉപയോഗപ്പെടുത്തണം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതിന്റെ രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന്റെ പേരിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഖൗഫും ഖശ്യത്തും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ രാത്രി നമസ്കാരത്തിന്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പുറത്തു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രി അതുകൊണ്ട് നമ്മൾ വലിയ ശ്രദ്ധയോടുകൂടി നമസ്കാരത്തിലായി ഖുർആൻ ഓതുന്നതിലായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം. അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിൽ ഈ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തണം. തൗബ ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് സമ്മതിച്ചു പറയണം, ഏറ്റു പറയണം. അതിൽ അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം. അതിനുവേണ്ടി നമ്മൾ ഈ രാത്രി ഉപയോഗപ്പെടുത്തണം. ഈ രാത്രിയിൽ നമ്മൾ സ്വർഗത്തെ ചോദിക്കണം. സ്വർഗം കിട്ടണം. നമുക്കൊക്കെ അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ നരകത്തിന്റെ അദാബുകളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടണം. നരകത്തിൽ നിന്നും നമ്മുടെ പരടികൾ മോചിപ്പിക്കപ്പെടണം. സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് ചേർക്കപ്പെടണം. ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇന്ന് ഖുർആനിന്റെ ചോദിക്കേണ്ട ആയത്തുകളിൽ നരകത്തെ കുറിച്ചിട്ട് എത്ര കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്തി. എന്തിനാ നമ്മളെ ഭയപ്പെടുത്തുന്നത്? അത്രയും ഭയാനകമായ ഭയങ്കരമായ ഒരു നരകത്തിൽ കാലാകാലത്തേക്ക് ചെന്ന് പതിക്കുന്നതിൽ നിന്നും എൻ്റെ അടിമകൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാഹു തആല വീണ്ടും വീണ്ടും നരകത്തെ സംബന്ധിച്ച് നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടേ. അതുകൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് കാവൽ തേടണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നരകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കാവൽ കിട്ടുക? അത് നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് ഏതായാലും സ്വർഗം വേണം. ആ സ്വർഗം കിട്ടുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് വേണം. നരകമോചനം കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ മുൻപിൽ സ്വർഗത്തിലേക്ക് നടന്ന് വിജയകരമായ നിലയിൽ അത് പ്രാപിച്ച ആളുകളുടെ മാതൃകകളുണ്ട്, അവരുടെ
ജീവിത രീതിയുണ്ട്. അല്ലാഹു ഖുർആനിൽ ഇന്നും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതുപോലെ ജീവിതത്തിൽ കിബർ കൊണ്ട്, അഹങ്കാരം കൊണ്ട്, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെയുള്ള ഭൗതിക വിഭവങ്ങളുടെ അതിപ്രസരത്തിന്റെയും പേരിൽ അഹങ്കാരികളായി പോയ ആളുകൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ നരകത്തെ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അവരുടെ ജീവിതം നരകത്തിലേക്കാണ് എന്ന് ഈ ചരിത്രം ഇന്നും കേൾക്കുന്ന നമുക്കൊക്കെ ബോധ്യപ്പെടുന്നു. ആല ഫിർഔന അശദ്ദൽ അദാബ് അന്നാറു യഅറൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമ തഖൂമുസ് സാഅ ആല ഫിർഔന അശദ്ദൽ അദാബ്. അല്ലാഹു പറയുന്നു, നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള മനുഷ്യന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ, അവന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, വിവരക്കേടുകൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വൃത്തികേടുകൾ, ഇങ്ങനത്തെ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. സ്വർഗത്തിൽ പോയ ആളുകളെ കുറിച്ചിട്ട് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നപ്പോൾ വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറാ വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ നിസ്കാരത്തിൽ ഓതി കൽപ്പിച്ചത്. ഇവിടെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, അങ്ങനത്തെ സംഘങ്ങൾ, അങ്ങനത്തെ വിഭാഗം, ജനവിഭാഗം, അവരെ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകും, നയിച്ചു കൊണ്ടുപോകും, ക്ഷണിച്ചു കൊണ്ടുപോകും. അതിന്റെ വാതിലിൽ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സ്വാഗതവാക്കുകൾ ഓതപ്പെടും. സ്വാഗതവാക്ക് സലാമുൻ അലൈക്കും തിബ്തും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്കാണ് ഇവിടേക്ക് സ്വാഗതം. തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, മനസ്സന്തോഷത്തോടുകൂടി, മനസ്സംതൃപ്തിയോടുകൂടി. ഇന്നലെ രാത്രി നമ്മൾ ഖിയാമത്ത് ഓതിയപ്പോൾ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار. നമ്മുടെ മനസ്സിന്റെ വിദ്വേഷം, പക, കുശുമ്പ്, കുന്നായ്മ, വൃത്തികെട്ട ചിന്തകൾ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി മനസ്സന്തോഷത്തോടുകൂടി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന കുറെ ടെൻഷനുകൾ ഉണ്ടായിരുന്നു, ഭാരമുണ്ടായിരുന്നു. അങ്ങനത്തെ ഭാരവും മാണ്ടക്കെട്ടും ഒക്കെ ഇറക്കി വെച്ചിട്ട് സലാമുൻ അലൈക്കും തിബ്തും, ഇപ്പം സന്തോഷത്തോടെ, മനസമാധാനത്തോടെ, ഫ്രീ മൈൻഡോടുകൂടി അല്ലാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ وقال الحمد لله الذي صدقنا وعده وقال الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. അല്ലാഹു നമ്മളൊക്കെ ആ സന്തോഷത്തിൽ കൊണ്ടെത്തിക്കുമാറാകട്ടെ. സ്വർഗവാസികൾ ഇത് കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട്, മറന്നുകൊണ്ട്, സന്തോഷാധിക്യത്താൽ ഉള്ളു തുറന്നുകൊണ്ട് ഇങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് 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 അല്ലദീ സദഖനാ വഅദഹു അല്ലദീ സദഖനാ വഅദഹു. അവൻ ഞങ്ങളോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കിയല്ലോ. പണ്ട് നല്ല വെയിലും ചൂടും വെള്ളമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് ഇല്ലായ്മയും ഒക്കെ സഹിച്ച ആ കാലത്ത് നോമ്പ് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നോമ്പ് പിടിച്ചു. നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വർഗം തരാമെന്ന് നീ പറഞ്ഞു. രാത്രി ക്ഷീണിച്ച് ഉറങ്ങാൻ വിചാരിച്ചപ്പോ ഉറങ്ങാൻ അനുവദിക്കാതെ പള്ളിയിൽ കൊണ്ടുവന്നു. എഴുന്നേറ്റ് നിന്നു, നിസ്കരിച്ചു. തറാവീഹിന് ശേഷം പിന്നെ ഖിയാമുൽ ലൈൽ, പിന്നെ വീണ്ടും തഹജ്ജുദ്. ഇങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു. ഇതിനൊക്കെ ഞങ്ങൾക്ക് പകരമായി സ്വർഗം തരാമെന്ന് ഞങ്ങളുടെ പടച്ചോൻ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് പറഞ്ഞു. അത് കേട്ട് വിശ്വസിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദഹു, അവൻ നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അവൻ പൂർത്തിയാക്കി, അത് സത്യമാക്കി, അതവൻ സത്യമാക്കി. وأورثنا الأرض نتبوأ من الجنة حيث نشاء
وأورثنا الأرض نتبوأ من الجنة حيث نشاء. ഇതെന്തൊരു സ്വർഗമാണ്, ഇതെന്തൊരു ലോകമാണ്, ഇതെന്തൊരു സുഖത്തിന്റെ ഗേഹമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും താമസിക്കാം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഒന്നിനും ഒരു നിയന്ത്രണങ്ങളില്ലാത്ത വിശാലമായ സ്വർഗത്തെ അല്ലാഹു ഞങ്ങൾക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന ഒരു വിഭാഗമായി മാറണമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടെന്ന് അല്ലാഹു പറഞ്ഞത് അല്ലദീന തഖ്വ എന്നാണ്. തഖ്വ ആണ്, സൂക്ഷ്മത. തഖ്വ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കുകൊണ്ട് അർത്ഥം വെക്കാൻ കഴിയാത്തതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായ ചില്ലറ അമലുകളിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ അതുകൂടാത്ത സുന്നത്തായ കർമ്മം കൊണ്ടോ മറ്റേതെങ്കിലും അമലുകളെ കൊണ്ട് ആചാരങ്ങളെ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വിശാല അർത്ഥമുള്ള വിശേഷണമാണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം ആ തഖ്വ നമ്മൾ അണിയുമ്പോഴാണ്, ആ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോഴാണ് അതിന്റെ പേരിൽ നമ്മൾ അല്ലാഹു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു കോട്ടിടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്, ഒരു തലപ്പാവ് കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അതിനുവേണ്ടി നമുക്ക് കുറെ അധ്വാനമില്ലേ? തഖ്വയുടെ വസ്ത്രം നമുക്ക് അണിയാൻ അവസരം കിട്ടിയാൽ, അതിനുള്ള യോഗ്യത നമുക്ക് കിട്ടിയാൽ നമ്മൾ സ്വർഗവാസിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലൈലത്തുൽ ഖദ്റാണ് ഞാൻ പറഞ്ഞല്ലോ. ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള രാത്രിയാണെന്ന് പറഞ്ഞു. ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഒരു റമദാനിൽ പള്ളിയിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ട സഹാബത്തിന്റെ സംഘത്തെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി ഒരു ഒഴിഞ്ഞ സ്ഥലം വരെ അവരുടെ കൂട്ടത്തിൽ പോയി കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നിട്ട് ശരി പോയിക്കോ എന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടു. അവരെ തിരിച്ചു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് റമദാനിന്റെ അവസാനത്തെ രാവുകളിൽ നിന്ന് ഒരു രാവ് ലൈലത്തുൽ ഖദ്റാണ്. അത് ഏത് രാവാണ് എന്ന് നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്തി അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടി വന്നത്. പക്ഷേ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് കേട്ടപ്പോൾ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂടുന്നത് കണ്ടപ്പോൾ ആ ഇൽമ് ഉയർത്തപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു കാര്യമല്ലല്ലോ, വലിയൊരു കാര്യം അറിയിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടിക്കൊണ്ട് വരിക. പക്ഷെ ആ ഒരു അറിവ് ഉയർത്തപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് ഉയർത്തപ്പെട്ടു പോയത്? രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കലമ്പ് കൂടുന്നു, കശപിശ കൂടുന്നു, വഴക്ക് കൂടുന്നു, പറയാൻ പാടില്ലാത്ത അർത്ഥമാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ 23 റക്അത്ത് നിസ്കരിച്ചിട്ടായിരിക്കും ഞാൻ പുറത്തുപോയി വർത്തമാനം പറയുന്നത്. അതിനുശേഷമുള്ള ഖിയാമുൽ ലൈലും തഹജ്ജുദും ഒക്കെ നിസ്കരിച്ചിട്ടാണ് നമ്മൾ റമദാൻ സജീവമാക്കിയെന്ന് ആശ്വസിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ അമലുകളെ കൊണ്ട് മാത്രം പോരാ, നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളിൽ നമുക്ക് തഖ്വ വേണം, സൂക്ഷ്മത വേണം. ആ വാക്കുകളെ സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് സ്വർഗത്തിലെത്താൻ. സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സംഗതിയല്ല, എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. നമ്മളിന്ന് വസന്ത ശേഷം നമ്മുടെ പ്രിയങ്കരായ സഹാബാക്കളിലെ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ കേൾക്കും ഇങ്ങനെ നല്ലോണം ഉള്ളുകൊണ്ട് ആസ്വദിച്ച് കരഞ്ഞു. റളിയല്ലാഹു അൻക യാ അബൂബക്കർ, റളിയല്ലാഹു അൻക യാ അബൂബക്കർ, ജസല്ലാഹു അന്നാ നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറെ, നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, കൃപ ചെയ്യട്ടെ, നിങ്ങളിൽ അല്ലാഹു തൃപ്തനാകട്ടെ. എത്ര വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഉടനെ റസൂലുള്ളാഹിന്റെ കാര്യം പറയാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എത്ര മഹാനായ ഉസ്താദാണ്, ഗുരുവാണ്, നേതാവാണ്. ഓരോ സഹാബിയെയും ഇങ്ങനെ പഠിപ്പിച്ചു വളർത്തിയെടുത്തല്ലോ, അല്ലേ? ഓരോ സഹാബിയെയും ഇങ്ങനെ പഠിപ്പിച്ചു വളർത്തിയെടുത്തല്ലോ. ഓരോ സഹാബിയുടെയും നിസ്കാരം നന്നാക്കി, നോമ്പ് നന്നാക്കി, സക്കാത്തും സദഖയും കൊടുക്കാൻ പഠിപ്പിച്ചു. മാത്രമല്ല, ഓരോ അനുയായിയുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗം തരണേന്ന് ദ്വാരക്കുക, സ്വർഗം വേണോന്ന് ആശിക്കുക, സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രസംഗിക്കുക. സ്വർഗം ആർക്ക് അല്ലാഹു കൊടുക്കുക? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യമായി നബിമാർക്ക് ശേഷം സ്വർഗത്തിൽ പോകുന്നത് എന്റെ അബൂബക്കറാണെന്ന് പറഞ്ഞു. എന്റെ അബൂബക്കർ. ആ പറച്ചിലേക്കോ നമുക്ക് അസവിശേഷം കേട്ടപ്പോൾ ഞാൻ കാര്യം, ആ പറച്ചിലേക്കോ നമുക്ക് അസൂയ വരും. എന്റെ അബൂബക്കറാണ്, എന്റെ അബൂബക്കർ.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കറുമായിട്ടുള്ള ആത്മബന്ധത്തായിരുന്നു റളിയല്ലാഹു അൻഹു. നബിമാർക്ക് ശേഷം ആദ്യമായി എന്റെ ഉമ്മത്തിൽ നിന്നും സ്വർഗത്തിൽ പോകുന്നത് അബൂബക്കറാണ്. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും അത് തുറന്നു വെച്ചിട്ട് അബൂബക്കറിനെ ക്ഷണിച്ചു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വാ, ഞങ്ങളുടെ കൂടെ വാ. എല്ലാവരും സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കവാടം ഒന്ന് തുറന്നു കിട്ടാൻ ആശിച്ചുകൊണ്ട് അതിന്റെ വാതിലിൽ കാത്തു നിൽക്കുമ്പോൾ ഓരോ കവാടവും തുറന്നു വെച്ചുകൊണ്ട് അവര് അബൂബക്കറിനെ ആശിക്കുകയാണ് റളിയല്ലാഹു അൻഹു, അബൂബക്കറിനെ ക്ഷണിക്കുകയാണ്. ഇങ്ങനത്തെ എത്ര മഹാത്മ്യങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ മുഖത്ത് നോക്കി സഹാബത്തിനെ സാക്ഷിയാക്കി സാദിഖുൽ മസ്ലൂഖായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമം കൊണ്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ അബൂബക്കറിന് സ്വർഗ്ഗം കിട്ടിയത്? എങ്ങനെയാണ് അബൂബക്കറിന് സ്വർഗ്ഗം കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബാക്കളായ മഹത്തുക്കളോടൊപ്പം ഇരിക്കുന്നു, സദസ്സിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സംസാരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയ അനുഭവങ്ങൾ പറഞ്ഞു. മിഅ്റാജിന് പോയത് അല്ലെങ്കിൽ സ്വർഗ്ഗ നരകങ്ങൾ ദർശിച്ചത്, അത് സ്വപ്നത്തിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും എനിക്ക് ഓർമ്മയില്ല. ഏതായിരുന്നാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗ്ഗം കണ്ടു. ഒരു മലക്ക് എന്നെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. സ്വർഗത്തിലെ ഓരോ ആകർഷണീയമായ കാഴ്ചകളും കണ്ടു നിറയെ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് ഞാൻ നടക്കുന്നതിനിടയിൽ ഒരു വീട് കണ്ടു, ഒരു കൊട്ടാരം കണ്ടു. ഒറ്റ മുത്തിനാണുള്ള ഒരു കൊട്ടാരം. തങ്ങൾ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി. അകത്തു നിന്നും ഉള്ളിലുള്ളതെല്ലാം കാണാൻ കഴിയുന്നു, ഉള്ളിൽ നിന്നും പുറത്തേക്കൊക്കെ കാണാൻ കഴിയുന്നു. ഒറ്റ മുത്ത് കൊണ്ടുണ്ടാക്കി ഇത്രയും വലിയൊരു കൊട്ടാരം. അത് ഞാൻ ആശിച്ചു പോയി. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇത് എനിക്കുള്ളതായിരിക്കുമല്ലേ? ഞാൻ എന്റെ ഭാഷ പറയുമ്പോഴാണ് മനസ്സിലാകാൻ വേണ്ടി. കാരണം എന്താ, അഷ്റഫുൽ ഖൽഖായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന മഹാത്മ്യം, മഖാമെ മഹ്മൂദ്, അത് വേറെ ആർക്കും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് എനിക്കുള്ളതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, അത് അങ്ങേക്കുള്ളതല്ല, പിന്നെ ആർക്കാ? നമ്മൾ ആവശ്യത്തോടെ ചോദിക്കൂലേ, പിന്നെ ആർക്കാ? അത് അങ്ങയുടെ പ്രിയപ്പെട്ട സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബിന് വേണ്ടി അല്ലാഹു ശ്രദ്ധിച്ചു വെച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, ഉമറേ, ഇത്രയും ആകർഷണീയമായി കൊട്ടാരം കണ്ടപ്പോൾ അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു കയറി നോക്കിയാലോ എന്ന് എനിക്ക് തോന്നി, ആശ തോന്നി. അങ്ങനെ ഞാൻ അതിന്റെ വാതിലിലേക്ക് ഇങ്ങനെ കാല് വെക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് നിന്റെ ഗീറത്തിനെ കുറിച്ചിട്ട് ചിന്ത വന്നു. ഈ ആള് ഭയങ്കര ഗീറത്തിന്റെ ആളല്ലേ? ഞാനെങ്ങാനും നിന്റെ കൊട്ടാരത്തിൽ നിന്റെ അനുമതി ഇല്ലാതെ നീ കയറുന്നതിന് മുമ്പ് കയറിപ്പോയാൽ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിന്റെ ഗീറത്തിന്റെ മുഖത്തിട്ട് ഞാൻ പെട്ടെന്ന് കാല് പുറകോട്ട് വലിച്ചു. ഞാൻ കയറിയില്ല. അതുവരെ സദസ്സ് നിശബ്ദമായിരുന്നു. പക്ഷെ സദസ്സിന്റെ വലതു ഭാഗത്തു നിന്നും ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ ഗീറത്ത് കാണിക്കുമെന്ന് വിചാരിച്ചു. എന്റെ തങ്ങൾ അതിൽ കയറിയില്ല. ഞാൻ അങ്ങയുടെ ഗീറത്ത് കാണിക്കുമെന്ന് തങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പഠിപ്പിച്ചു. ഒന്നിനും കൊള്ളാത്തവരായി അഴുക്ക് ശാലകളിൽ കടന്നിരുന്ന ആർക്കും വേണ്ടാത്ത ഞങ്ങളെ അവിടെ നിന്നൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കുടിയനും മുടിയനും പിടിയനും എന്ന് ജനങ്ങൾ വിധി എഴുതി തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ അങ്ങാടിപ്പിള്ളേരെ പോലെ തെമ്മാടികളെ പോലെ കറങ്ങി നടന്നിരുന്ന ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ കോലത്തിലൊക്കെ വളർത്തിയെടുത്ത അങ്ങയോട് ഞാൻ ഇറക്കി കളിക്കുന്നതാണോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനത്തെ കയറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് സാദിഖുൽ മസ്ലൂഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സഹബാക്കളുടെ സമക്ഷത്തിൽ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ കിട്ടിയ സന്തോഷ വാർത്ത. ഉമർ ഇബ്നുൽ ഖത്താബ്, നമ്മൾ ആലോചിക്കേണ്ടത്, സ്വർഗ്ഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച അശ്റഫുൽ മുബശ്ശിരീങ്ങളുണ്ട്. ആ സഹബാക്കൾക്കൊക്കെ എന്തുകൊണ്ടാണ് സ്വർഗ്ഗം കിട്ടിയത്? അവര് ഖത്താബിന്റെ മകനായതുകൊണ്ടല്ല, അബൂ ഖുഹാഫയുടെ മകനായതുകൊണ്ടല്ല, അവര് അങ്ങനത്തെ ഖുറൈശി ഗോത്രത്തിൽ ജനിച്ചത് കൊണ്ടല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ തഖ്വ, സൂക്ഷ്മത, ഖുശൂഅ്, താഴ്മ, തവാദു ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുക. വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുവേ, ഈ മഹാത്മാക്കളോടൊപ്പം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്താനാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഈ മഹാത്മാക്കളോടൊപ്പം അവർക്ക് കൊടുത്ത സ്വർഗ്ഗം
പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖിന് എന്തുകൊണ്ടാണ് എല്ലാ വാതിലിലൂടെയും സ്വാഗതം ബോധപ്പെടുന്നത്? ഒറ്റമുത്തിനാൽ ഉണ്ടാക്കി വെക്കപ്പെട്ട ഈ കൊട്ടാരം എനിക്കാണോ ആശിച്ചു പോകുമാറ് അഷ്റഫുൽ ഖൽഖിന്റെ മനസ്സിൽ ആഗ്രഹം വരുമാറ് ഉമറിന് വേണ്ടി റളിയല്ലാഹു എന്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ കൊട്ടാരം ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെയും പ്രിയപ്പെട്ട സഹാബാക്കളെക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നത് വരും. അല്ലാഹു റസൂൽ പറയാ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്റെ അബൂബക്കറിനേക്കാൾ കൂടുതൽ നിസ്കരിച്ച ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വരും. എന്റെ അബൂബക്കറിനേക്കാൾ കൂടുതൽ ആളുകളുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വരും. പക്ഷേ എന്റെ അബൂബക്കറിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ ഉള്ളകത്തുള്ള അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തിയുണ്ട്, ഒരു സൂക്ഷ്മതയുണ്ട്, ഒരു താഴ്മയുണ്ട്, ഒരു പടച്ചവരെ പറ്റിയുള്ള ഭയപ്പാടുണ്ട്, പടപ്പുകളോടുള്ള നല്ല പെരുമാറ്റത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. അതിന്റെ പേരിലാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, എത്ര വലിയ മഹാനാണ്. റബീഅ അസ്ലമി എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയാണ്, ഞാനും അബൂബക്കറും തമ്മിൽ ചെറിയ ഒരു കശപിശം പറഞ്ഞാണല്ലോ വർത്താനം പറയുമ്പോഴേ. സാധാരണഗതിയിൽ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്താനത്തിൽ അല്പം ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നോട് എന്തോ ഒരു മോശമായ പ്രയോഗം നടത്തി. നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് പോലെ മറ്റേ പോലെ മറിച്ചേ പോലെ ഒന്നും വിളിച്ചെന്നല്ല, അല്ലെങ്കിൽ വൃത്തികേടുകൾ പറഞ്ഞെന്നല്ല, പാപ്പാനെയും കുടുംബത്തിനെയും തറവാട്ടിനൊക്കെ പറഞ്ഞെന്നല്ല. എന്തോ ഒരു വാക്ക് എന്നോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടായി. എന്നിട്ട് അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, റബീഅ, ഞാൻ പറഞ്ഞത് നീ എനിക്ക് മാപ്പാക്കണം, നീ എന്നെ അതുപോലെ തിരിച്ചു പറയണം. ആരാ ആരാ? അബൂബക്കർ എനിക്ക് ശേഷം ഈ ഉമ്മത്തിൽ, അമ്പിയാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാമം കൊണ്ട് പറഞ്ഞ മഹാത്മാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു, റബീഅ, എനിക്ക് മാപ്പാക്കി തരുമോ? നീ ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചു പറയണം. അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയുന്നു. അങ്ങോട്ട് ഞാൻ തിരിച്ചില്ല. ഈ റബീഅ ഒരിക്കലും അങ്ങനെ തിരിച്ചു പറയും. അബൂബക്കർ, ഇല്ല, ഞാൻ വിടൂല, നീ എന്നോട് തിരിച്ചു പറയണം. അഥവാ ഞാൻ പറഞ്ഞതുപോലെ നീ എന്നോട് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ റസൂലുള്ളാഹിയുടെ സദസ്സിൽ പോയി പരാതി പറയും, പെറ്റീഷൻ കൊടുക്കും, കേസ് കൊടുക്കും, നിന്നെ ഞാൻ കൊടുക്കും. എന്തിനാ? ഞാൻ പറഞ്ഞതുപോലെ നീ എന്നോട് തിരിച്ചു പറയാത്തതിനാ. അല്ലാതെ നമ്മൾ ഇന്ന് കള്ളക്കേസ് കൊടുക്കുന്നത് പോലെ കൊടുക്കാനല്ല, ആരാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടുബുദ്ധി പ്രയോഗിച്ചതല്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ പോയി പരാതി പറയും എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതുമല്ല. അദ്ദേഹം ഓടി സിദ്ദീഖുൽ അക്ബർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പോയി പരാതി പറഞ്ഞു, നബിയെ, ഞാൻ അറിയാത്ത വാക്ക് പറഞ്ഞു പോയി. റബീഅ എന്നോട് തിരിച്ചു പറയുന്നില്ല. റബീഅ മാപ്പാക്കി പോലെ തിരിച്ചു പറയുന്നില്ല. അതുകൊണ്ട് തങ്ങളൊന്ന് വിളിപ്പിക്കണം, അവനെ കൊണ്ട് എന്നോട് തിരിച്ചു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅ അസ്ലമിയെ വിളിപ്പിച്ചു. രണ്ടുപേരെ ഒന്നിച്ചിരുത്തി കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വിശദമായി പറഞ്ഞു. റബീഅ അസ്ലമി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് തിരിച്ചു പറയാൻ എനിക്ക് ധൈര്യമില്ല, ഞാൻ തിരിച്ചു പറഞ്ഞില്ല. പിന്നെ നീ എന്ത് പറഞ്ഞു? ഞാൻ അബൂബക്കറെ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്താ ചിരിയുടെ അർത്ഥം? എന്താ ചിരിയുടെ അർത്ഥം? ഇത്രയും നാള് നമ്മൾ വഅദ് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, നസീഹത്ത് ചെയ്തു, നിസ്കാരത്തിന് ശേഷം പ്രസംഗിച്ചു, പാതിരാക്കി തഹജ്ജുദിന് ശേഷം ഇതൊക്കെ പ്രസംഗിച്ച് ഞാൻ ഒരു റബീഅയെ ഈ കോലത്തിലാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്, ഒരു അബൂബക്കറിനെ ഈ കോലത്തിലാക്കിയല്ലോ. എന്റെ സഹാബാക്കൾ അവരുടെ ജീവിതം ഇങ്ങനെ നന്നായല്ലോ. ആ സന്തോഷത്തിന്റെ ഒരു പുഞ്ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട്, റബീഅ, നീ പകരം പറയാത്തത് വളരെ നന്നായി. നീ അതിന് പകരമായി അബൂബക്കറെ, നിനക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞല്ലോ, അത് നന്നായി എന്ന് പറഞ്ഞു. എത്ര സന്തോഷത്തിലുള്ള ഒരു കുടുംബം, എത്ര സന്തോഷത്തിലുള്ള ഒരു സമുദായം, എത്ര സന്തോഷത്തിലുള്ള ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയാം, ഞാൻ നാട്ടിലേക്ക് പോയി, വീട്ടിലേക്ക്, എന്റെ ഗോത്രത്തിലേക്ക് പോയപ്പോ ആളുകൾ ഓടി വന്നിട്ട് ചോദിക്കുന്നു, ഇതെന്തൊരു ഭ്രാന്താലയമാണ് നിങ്ങളുടെ പള്ളി, ഇതെന്തൊരു വിചിത്ര ലോകമാണ് നിങ്ങളുടെ റസൂലിന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഒരാൾ കുറ്റം ചെയ്യുക, എന്നിട്ട് അയാൾ തന്നെ പരാതിയുമായി കോടതി
കോടതിയിൽ പോവുക, ഇത് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കും. ഒരാൾ കുറ്റം ചെയ്യാം, എന്നിട്ട് അയാൾ തന്നെ പരാതിയുമായി കോടതിയിൽ പോവുക. ഇത് ഒരു വിചിത്ര ലോകമാണ്. റബിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയോ നിങ്ങൾക്ക് ഇത് ആരാണെന്ന്? ഇത് ആരാണെന്നറിയോ? ഇത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ എന്നോട് കോപിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കോപിക്കും, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കോപിക്കും, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കോപിച്ചാൽ അല്ലാഹു എന്നോട് കോപിക്കും. പിന്നെ റബീഅയുടെ നാശത്തിന് വേറെ കാരണം വല്ലതും വേണോ? റബീഅയുടെ നാശത്തിന് വേറെ കാരണമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ സ്വർഗ്ഗവാസിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗ്ഗം കിട്ടി? നമ്മൾ തമ്മിലുള്ള വർത്തമാനത്തിൽ ഒരു ചെറിയ വർത്താനത്തിൽ പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോയി മാപ്പ് ചോദിച്ചു, കാലും കൈയും പിടിച്ചു, കൂട്ടിക്കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയിട്ടെങ്കിലും തിരിച്ചു പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹു അവരെ സ്വർഗ്ഗവാസിയാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഖലീഫയാണ്, ഭരണാധികാരിയാണ്, രാജ്യം ഭരിക്കുകയാണ്. സാധാരണ ഭരണാധികാരിയല്ല. ഇന്നും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ലോകം കിടുകിടാന്ന് മറക്കുമാറി അത്രയും ധീരനായ മഹാനായ ഭരണാധികാരി ഖലീഫയായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭരണകർത്തൃത്വത്തിൽ നിലകൊള്ളുമ്പോൾ, അതിനുവേണ്ടി ഇരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ആളുകളും ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു മിനിസ്റ്റർ അല്ല, ലോകത്തിന്റെ ചക്രവർത്തിയാണ്. ഒരു ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഭയിൽ എന്ന് വിചാരിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ സഭയിലേക്ക് മന്ത്രിസഭയുടെ പ്രത്യേക യോഗം നടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായ ആൾ കയറി വന്നിട്ട് പറയാണ്, ജനറേറ്റർ ഓഫായപ്പോൾ എന്താ ഇങ്ങനെ ഒരാൾ കുറച്ച് ലേറ്റ് ആയി പോയത്, നിങ്ങൾ ഓടിക്കുന്ന നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുത്താൽ മതിയോ, പെണ്ണുങ്ങൾക്ക് ഒരു റക്കാത്ത് പോയില്ലേ, ജനറേറ്റർ കണ്ടേ എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നു. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യം നടത്തിക്കൊണ്ടിരിക്കുക, ഇമാമ ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനത്തെ ചെറിയൊരു കാര്യം പറഞ്ഞ് എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഒന്ന് ആലോചിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഔദ്യോഗികമായി തന്റെ കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സാധാരണക്കാരൻ കയറി വന്നു, പിന്നെ എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ ഇന്നൊരു പ്രശ്നമുണ്ട്, നിങ്ങളതൊന്നും വന്നിട്ട് പരിഹരിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞു. മനുഷ്യനാണല്ലോ. ഈ സമയത്ത് അയാൾ കയറി വന്നത് പറഞ്ഞപ്പോൾ അവിടെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി, അദ്ദേഹം കുത്തി നടക്കുന്ന ഒരു വടിയുണ്ടല്ലോ, ആ വടിയുണ്ട് പോടാ. ഈ സമയത്ത് എന്തുവാനും പറയുന്നു, ഞാനിങ്ങനെ പ്രധാനപ്പെട്ട സദസ്സിൽ ഇരിക്കുമ്പോൾ, മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് നീ വന്ന് പറയുന്നത്, ഞാൻ അതിനു വേണ്ടി ഇരിക്കുന്ന സമയത്ത് പോ എന്ന് പറഞ്ഞത് പൊട്ടു കൊടുത്തു. ശരിയാണല്ലോ, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി, ഈ സമയത്ത് കയറി വന്നത് തെറ്റായിപ്പോയി, പാടില്ലായിരുന്നു. അയാൾക്ക് മനസ്സിലായി, അയാൾ ഇറങ്ങിപ്പോയി, സോറി പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. മന്ത്രിസഭയൊക്കെ പിരിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉമർ എന്ന മഹാനായ ആ മനുഷ്യന്റെ ഉള്ളിലെ തഖ്വ ഇങ്ങനെ തിളച്ചു പൊന്തി. അദ്ദേഹം എഴുന്നേറ്റിന്റെ തൊഴിൽ ഞെട്ടലോടുകൂടി, നേരത്തെ എന്റെ അടുക്കൽ കാര്യം ചോദിക്കാമെന്ന് ആ മനുഷ്യൻ എവിടെ പോയി എന്ന് ചോദിച്ചു. കൂട്ടുകാർ പറഞ്ഞു, അയാളൊരു സാധാരണക്കാരനാണ്, അങ്ങനെ ആരും പരിഗണിക്കാത്ത ഒരു മനുഷ്യനാണ്, അയാളൊരു സാധാരണക്കാരനാണ്. അയാൾ വന്ന് ചോദിച്ച് അങ്ങ് തിരിച്ചുപോയി. പെട്ടെന്ന് പോയി എവിടെയാണ് അദ്ദേഹം ഉള്ളതെന്ന് അന്വേഷിക്കുക, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരിക. ആളുകൾ പോയി അന്വേഷിച്ച് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഉമറിന്റെ സദസ്സിലെത്തിയപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഒരു സങ്കോചവുമില്ലാതെ, ഒരു നാണക്കേടുമില്ലാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ന ചക്രവർത്തി ആ വടിയെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് പഴയ പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാണ്. ഇതാ ഈ വടി കൊണ്ട് നീ എന്നോട് തിരിച്ചടിക്കണം, ഞാൻ നിന്നെ അടിച്ചതുപോലെ നീ എന്നെ തിരിച്ചടിക്കണം, ഞാൻ നിന്നെ അടിച്ചതുപോലെ നീ എന്നെ തിരിച്ചടിക്കണം. ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, എന്നെ ആട്ടിവിടാൻ പാടില്ലായിരുന്നു, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, സംഭവിച്ചു പോയി, നീതാ എന്നെ തിരിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മള് അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ കുറിച്ചിട്ട് എന്ത് പ്രസംഗമാണ് കേൾക്കുന്നത്? അബൂബക്കറിനെ കുറിച്ചും ഉമറിനെ കുറിച്ചും റളിയല്ലാഹു അൻഹു എന്ത് പ്രസംഗമാണ് കേൾക്കുന്നത്? അവരുടെ നീളമുള്ള നിസ്കാരത്തെ കുറിച്ച് മാത്രം കേട്ടാൽ പോരാ, അവരുടെ വാക്കുകളിലുള്ള സൂക്ഷ്മത, പെരുമാറ്റത്തിലുള്ള സൂക്ഷ്മത. അഥവാ നമുക്ക് ലൈലത്തുൽ ഖദർ വേണമെങ്കിൽ, നമുക്ക് സ്വർഗം വേണമെങ്കിൽ, നമുക്ക് നരകമോചനം വേണമെങ്കിൽ, നമുക്കും പാലിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വർത്തമാനം നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ നന്നാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് ആ മനുഷ്യൻ, സാധാരണക്കാരനായ മനുഷ്യന്റെ കയ്യിൽ വടി കൊടുത്തിട്ട് തന്നെ തിരിച്ചടിക്കാൻ അദ്ദേഹം പേടിച്ച് മറച്ചിട്ട് പറഞ്ഞില്ല, ഞാൻ അടിക്കുക. ഖലീഫത്തുൽ മുസ്ലിമീനായ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായ, രണ്ടാം ഖലീഫയായ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ അങ്ങേ ഞാൻ അടിക്കില്ല, ഞാൻ അടിക്കില്ല, ഞാൻ അടിക്കേയില്ല, ഞാൻ അടിക്കേയില്ല. അദ്ദേഹം പേടിച്ച് മറച്ചു. ആ വടി വാങ്ങി തിരിച്ചു വെച്ചിട്ട് സഭയെല്ലാം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ കയറി വാതിൽ അടച്ചു, കുറ്റിയിട്ടു, മുസല്ല വിരിച്ചു, നിസ്കരിച്ചു, സുജൂദിൽ കടന്ന് കരഞ്ഞ് 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 പഠിച്ചവനെ, ഈ ഉമർ മക്കയുടെ തെരുവീഥികളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്ന തെമ്മാടിയായ ഒരു കാലം ഉണ്ടായിരുന്നു.
ആർക്കും വേണ്ടാതെ വീട്ടിൽ നിന്ന് വാപ്പ പോലും ഇറക്കി വിട്ട ഒരു കാലമുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്ത ഉമറിനെ ആളുകൾ കുടിയനും ഒക്കെയായി വിധിയെഴുതിയിരുന്നു. പടച്ചവനെ, ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ നിന്നും നീ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു, എനിക്ക് നീ ഹിദായത്ത് തന്നു, എന്നെ നീ മുസ്ലിമാക്കി, ഇന്ന് നീ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാക്കി മാറ്റി. നീ എന്നോട് എത്ര കൃപ ചെയ്തിട്ട് ആ സാധുക്കളായ മുസ്ലിമിൽ നിന്നും ഒരാൾ വന്ന് അവരുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഈ ഉമർ അവരോട് മോശമായി പെരുമാറി. ഈ ഉമറിന് നീ പുറത്തേരോ പടച്ചോനെ, ഈ ഉമറിന് നീ പുറത്തേരോ പടച്ചോനെ, ഈ ഉമറിന് നീ പുറത്തേരോ പടച്ചോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം പണിതു വെച്ചത് വെറുതെ അല്ല എന്ന് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ, എന്ന് നമ്മൾ കേൾക്കണം, എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പോയ സ്വർഗം ചോദിക്കുന്ന നമ്മൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ സ്വർഗം ചോദിക്കുന്ന നമ്മൾ നാട്ടുകാരോടുള്ള പെരുമാറ്റം, വീട്ടുകാരോടുള്ള പെരുമാറ്റം, കുടുംബക്കാരോടുള്ള പെരുമാറ്റം എന്നല്ല, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ഭാര്യയോടുള്ള വർത്തമാനം ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടുള്ള നമ്മുടെ വർത്തമാനം? എങ്ങനെയാണ്? നമുക്ക് ദേഷ്യത്തിലും കോപത്തിലും ആനന്ദം എന്ന നിലയിൽ തണ്ടും കിവറുമല്ലാതെ നമുക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല, പെരുമാറാൻ കഴിയുന്നില്ല. നമ്മളുടെ അത്തരം വർത്തമാനങ്ങളുടെ പേരിൽ വരാൻ പോകുന്ന നഷ്ടം കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും, കുടുംബജീവിതത്തിൽ പല നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മയമായ ഒരു സ്വഭാവമുണ്ട്, മയമായ ഒരു സ്വഭാവം. ആണുങ്ങൾ പെണ്ണുങ്ങളോടും, പെണ്ണുങ്ങൾ ആണുങ്ങളോടും, മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മുടെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇന്നത്തെ ലൈലത്തുൽ ഖദ്ർ, അനുഗ്രഹീതമായ രാത്രി, മലക്കുകളുടെ കൂട്ടമായുള്ള ഇറങ്ങി വരൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വീടുകളുടെ പരിസരത്തേക്കൊക്കെ വരുന്നു നമ്മളിങ്ങനെ സങ്കല്പിക്കാം. നേരത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരാം മലക്കുകൾ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാടും ബഹളവും കേൾക്കാൻ വിചാരിച്ചു, ആരെയും ശബ്ദവും ബഹളവും കേൾക്കാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ പേടിച്ചു പോയില്ലേ? മലക്കുകൾ പേടിച്ചു പോയില്ലേ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പറയേണ്ട വർത്തമാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി അല്ലാത്ത മറ്റൊരു ശൈലി നമ്മളിൽ വന്നുപോയാൽ നമ്മളിൽ നിന്നും ലൈലത്തുൽ ഖദ്ർ ഉയർന്നു പോകുന്നു മാത്രമല്ല, നമുക്ക് സ്വർഗ്ഗം നഷ്ടപ്പെടും, നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും, നമ്മൾ നരകവാസികളായി മാറിപ്പോകും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആനിന്റെ വരികൾ ഇന്ന് ഏകദേശം ഓതി തീരാനായപ്പോൾ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. നമ്മുടെ വർത്തമാനം നന്നാക്കണം, ഏറ്റവും നല്ല വർത്തമാനം പറയണം, ഏറ്റവും നല്ല വർത്തമാനം പറയണം, ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞ് ശീലിക്കണം. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ് വഖൂലൂ ലിന്നാസി ഹുസ്നൻ വഅഖീമുസ് സ്വലാത്ത്. അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന് പറയുന്നത് പോലെ തൊട്ടടുത്ത് നല്ല വർത്തമാനം പറഞ്ഞ് ശീലിക്കണം, നല്ല വർത്തമാനം പറഞ്ഞ് ശീലിക്കണം, പിന്നെയാണ് നിസ്കരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കളോടുള്ള വർത്താനം, ഭാര്യമാരോടുള്ള വർത്താനം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വർത്താനം, നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള വർത്താനം, ആരുമായിട്ടുള്ള വർത്തമാനത്തിലും അതിന് കവിയാതെ സൂക്ഷിക്കണം, അനാവശ്യമായ പ്രയോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. നമ്മുടെ വാക്ക് വേറൊരാളുടെ മനസ്സിനെ വ്രണപ്പെടുത്താതെ വേദനിപ്പിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അല്പം ശബ്ദം കൂട്ടി നമ്മൾ പറഞ്ഞു പോയാൽ ഇസ്തിഗ്ഫാർ പറയണം. നമുക്കെന്താ അതിന് അധികാരമുള്ളത്? നമുക്കെന്താ അതിന് അധികാരമുള്ളത്? ഇങ്ങനെ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവവും പെരുമാറ്റവും ചിന്തയും ഒക്കെ നന്നാക്കി ജീവിച്ചാലാണ് നമ്മളെ സ്വർഗവാസികളായി ഗണിക്കുക, സ്വർഗം തരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യമായ രാത്രിയിൽ നമുക്കൊക്കെ വന്നുപോയ തെറ്റുകൾ മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഒരിക്കലും തെറ്റുകൾ വരാതെ അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനും അനുസരിച്ചിട്ട് ആക്കി തീർക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹ്ലൂഖ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു എത്തുക്കുമിനാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹി